ഹായ് ഫ്രണ്ട്സ്, ബീറ്റ കെയറിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് ബീറ്റാസ് ഫ്രൈസ് അല്ലെങ്കിൽ ബേബി ബീറ്റാസിനെ എങ്ങനെയൊക്കെ കെയർ ചെയ്യാമെന്നും അതിന് ഏത് തരം ഭക്ഷണം കൊടുക്കണമെന്നും സംബന്ധിച്ചിട്ടുള്ള ചില കാര്യങ്ങളാണ്. ഇതിനെപ്പറ്റി ഞാൻ കൂടുതലായും ബ്രീഡിംഗ് ടിപ്സിൽ പറഞ്ഞിട്ടുണ്ടെങ്കിലും പലർക്കും സംശയം വിട്ടുമാറിയിട്ടില്ല. കമൻസായി ഒരുപാട് സംശയങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. പലരും നേരിടുന്ന പ്രധാന പ്രശ്നം ഈ മുട്ട വിരിഞ്ഞ് കുഞ്ഞുങ്ങൾ വളരെ പെട്ടെന്ന് ചത്തുപോകുന്നു എന്ന് തന്നെയാണ്. അപ്പോൾ ഇത് പ്രധാനമായും നമ്മൾ വളരെയധികം ശ്രദ്ധ കൊടുക്കേണ്ട ഒരു മേഖലയാണ്. അതായത് മുട്ട വിരിഞ്ഞ് ഒരു 10 ദിവസത്തോളം നല്ല രീതിയിൽ കെയർ ചെയ്താൽ മാത്രമേ നമുക്ക് കുഞ്ഞുങ്ങളെ രക്ഷപ്പെടുത്തിയെടുക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ പ്രധാനമായും ഇതിൻ്റെ ഭക്ഷണം തന്നെയാണ്. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കേണ്ട മെയിനായിട്ടുള്ള ഭക്ഷണം ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞു, നിങ്ങൾ പെല്ലറ്റ്സ് പൊടിച്ചിട്ട് കൊടുത്താൽ മതിയെന്ന്. പക്ഷെ അത് കൊടുക്കുന്നത് അത്ര നല്ലതല്ല. കാരണം നിങ്ങൾക്ക് കുഞ്ഞുങ്ങളെ ഇപ്പോൾ രക്ഷപ്പെടുത്തിയെടുക്കാൻ പറ്റുന്നതിൻ്റെ എണ്ണം വളരെ കുറവായിരിക്കും. അപ്പോൾ മെയിനായിട്ട് കൊടുക്കാൻ പറ്റുന്ന ചില ഫുഡുകളാണ് ഇതിൽ പറയാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ പറയുന്നത് ഇൻഫോസൂറിയാണ്. ഈ ഇൻഫോസൂറിയ എന്ന് പറയുന്നത് ബേബീസിന് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ഒരു ലൈഫ് ഫുഡാണ്. ഇത് വളരെ ഈസി ആയിട്ട് വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അതിനെ പറ്റിയിട്ടുള്ള വീഡിയോ നമ്മൾ പിന്നീട് ചെയ്യും. അപ്പോൾ ഇൻഫ്യൂസൂറിയാണ് ആദ്യമായി നമുക്ക് മുട്ട വിരിഞ്ഞ് 1-2 ദിവസം, അതായത് ഫ്രീ സ്വിമ്മിങ് സ്റ്റേജിലെത്തിയ ബേബീസിന് കൊടുക്കാൻ പറ്റുന്ന ഒരു ഫുഡ്. ഇനി നിങ്ങൾ ആൽമണ്ട് ലീവ്സ് ഇട്ട ടാങ്ക് ആണെങ്കിൽ ഇത് പ്രത്യേകിച്ച് കൊടുക്കേണ്ട ആവശ്യം വരില്ല. കാരണം ഈ ആൽമണ്ട് ലീവ്സിൽ നിന്ന് തന്നെ ഇത് ഉണ്ടാവുന്നതാണ്. പിന്നെ കൊടുക്കാൻ പറ്റുന്നൊരു ഫുഡ് എന്ന് പറയുന്നതാണ് മൈക്രോവേവ്. വീട്ടിൽ നിന്ന് തന്നെ നമ്മൾ സാധാരണ ഉരുളക്കിഴങ്ങ് കുഴിച്ചിട്ടിട്ടുള്ള രീതി വെച്ച് ചെയ്ത മൈക്രോവേവ് കൊടുക്കാം. പക്ഷേ അത് വെച്ച് ചെയ്യുന്നത് കുറച്ചും കൂടി ബുദ്ധിമുട്ടുള്ളതാണ്. അതായത് കുഞ്ഞുങ്ങളെ രക്ഷിച്ചെടുക്കാൻ ബുദ്ധിമുട്ടുള്ളതായിരിക്കും. ഇത്തരത്തിലുള്ള ലൈഫ് ഫുഡ് ആ വെള്ളത്തെ വളരെ പെട്ടെന്ന് തന്നെ മോശമാക്കുകയും കുഞ്ഞുങ്ങൾ ചാവാൻ ഇത് കാരണമാവുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ പരമാവധി സ്റ്റാർട്ടർ കൾച്ചർ വാങ്ങി ചെയ്ത മൈക്രോവേവ് കൾച്ചർ കൊടുക്കാൻ ശ്രമിക്കുക. പിന്നെയുള്ള ഒരു ലൈഫ് ഫുഡ് എന്ന് പറയുന്നതാണ് ആർട്ടീമിയ. ബേബി ബീറ്റാസിനെ നിങ്ങൾ ഉണ്ടാകുന്ന ബീറ്റാസിനെ മൊത്തം രക്ഷിച്ചെടുക്കണമെങ്കിൽ ഈ ആർട്ടീമിയ തന്നെ കൊടുക്കണം. പക്ഷേ ഇത് അത്യാവശ്യം ചിലവുള്ള ഒരു സംഭവമാണ്. ഇത് വിരിയിച്ചെടുക്കലും ഇതിൻ്റെ സിസ്റ്റ് വിരിയിച്ചെടുക്കലും ഒക്കെ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ്. എന്നാൽ നിങ്ങൾ ഇതിനു വേണ്ടി അല്പം സമയം ചിലവഴിക്കാൻ തയ്യാറാണെങ്കിൽ, ഈ കുഞ്ഞുങ്ങളെ കെയർ ചെയ്യാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ ഇത് വളരെ ബുദ്ധിമുട്ടൊന്നുണ്ടാവില്ല. കാരണം ആദ്യം നമുക്ക് വേണ്ടത് നമ്മുടെ മനസ്സാണ്. ഇതിനെ നമുക്ക് രക്ഷപ്പെടുത്തിയെടുക്കണം, ഇതിനെ കെയർ ചെയ്യണമെന്നുള്ള ഒരു മനസ്സ് വന്നിട്ടുണ്ടെങ്കിൽ ഈ ആർട്ടീമിയ തന്നെയാണ് ഏറ്റവും ബെസ്റ്റ്. ആർട്ടീമിയ കൊടുക്കുന്ന വഴി നിങ്ങൾക്ക് ഏകദേശം 80% അല്ലെങ്കിൽ 90% കുഞ്ഞുങ്ങളെയും രക്ഷിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നതും ആർട്ടീമിയ തന്നെയാണ്. ഇത് ഫ്രോസൺ ആർട്ടീമിയ എന്ന് പറഞ്ഞ രൂപത്തിലും കിട്ടും. അപ്പോൾ അത് നിങ്ങൾക്ക് OLX വഴി നോക്കിയാൽ തന്നെ ഇപ്പോൾ ലൈഫ് ഫുഡ് OLXലൊക്കെ ഒട്ടനവധി ആൾക്കാർ വിൽക്കുന്നുണ്ട്. അധികം തുകയും ചിലവഴിക്കേണ്ടി വരില്ല. അപ്പോൾ OLX വഴി ലൈഫ് ഫുഡ് നിങ്ങൾ എത്രയും പെട്ടെന്ന് വാങ്ങുക, കൊടുക്കുക. മൈക്രോവേവിൻ്റെ അതും ഉണ്ടാകും, നല്ല സ്റ്റാർട്ടർ കൾച്ചർ. അതേപോലത്തെ മൈക്രോവേവ് കൊടുത്താലും വലിയ ബുദ്ധിമുട്ടില്ല. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, നിങ്ങൾ മുട്ട വിരിഞ്ഞ് ഫ്രീ സ്വിമ്മിങ് ആയതിനു ശേഷം വെള്ളം മാറ്റാൻ നിൽക്കരുത്. ഒരു 5-6 ദിവസം അല്ലെങ്കിൽ 10 ദിവസത്തോളം അതേ ടാങ്കിൽ തന്നെ കുഞ്ഞുങ്ങളെ വളർത്തിയെടുക്കുക. അപ്പോൾ ലൈഫ് ഫുഡ് വളരെ കുറച്ചായിട്ട് വേണം കൊടുക്കാൻ. അധികം കൊടുത്താൽ വെള്ളം മോശമാവും. അപ്പോൾ കൊടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഒരു സ്ഥലത്ത് മാത്രം ഇടുന്നതിന് പകരം ഈ ടാങ്കിൻ്റെ ഓരോ മൂലയ്ക്കായിട്ട് ലൈഫ് ഫുഡ് കൊടുക്കുക. അപ്പോൾ എല്ലാ ബീറ്റാസിനും ഇത് കിട്ടും. അപ്പോൾ ഞാൻ പറഞ്ഞ ഇതെന്ന് പറയുന്നത് ഇൻഫോസൂറിയ, ഈ മൈക്രോവേവ്, ആർട്ടീമിയ. പിന്നെ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്നതാണ് മൊയിനയും ഏകദേശം നമ്മുടെ ആർട്ടീമിയ പോലെ തന്നെയാണ്. പക്ഷേ
ഇതിനും നിങ്ങൾ പൈസ കൊടുക്കണം. അപ്പോൾ ആ പൈസ ചിലവാക്കുന്നതിന് പകരം മൊയിനയ്ക്ക് പകരം നിങ്ങൾ ആർട്ടിമിയ തന്നെ വാങ്ങാൻ ശ്രമിക്കുക. മൊയിനയൊക്കെ ഗപ്പീസിന് ആണ് ഏറ്റവും യൂസ്ഫുൾ ആയിട്ട് വരുന്നത്. ഈ ആർട്ടിമിയാണ് ബേബി വിറ്റാസിന് ഏറ്റവും നല്ലത്. അപ്പോൾ ഞങ്ങൾ റെക്കമെൻഡ് ചെയ്യുന്നത് ആർട്ടിമിയ തന്നെയാണ്. OLX-ൽ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് കിട്ടാവുന്നതാണ്. അല്ലെങ്കിൽ അടുത്തുള്ള ബ്രീഡേഴ്സിൻ്റെ അടുത്തോ പെറ്റ് ഷോപ്സിലോ പോയാൽ നിങ്ങൾക്കിത് കിട്ടും. ഇനി എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും കമൻറ്റിൽ ചോദിക്കുക. റിപ്ലൈ തരുന്നില്ലെങ്കിൽ പോലും നിങ്ങളുടെ കമൻറ്റ്സ് ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ ഇനി എന്തെങ്കിലും വീഡിയോ ചെയ്യണമെങ്കിൽ, ഏതെങ്കിലും പറ്റിയെങ്കിൽ, നിങ്ങൾക്ക് ആവശ്യമുള്ള ഏതെങ്കിലും പറ്റിയെങ്കിൽ വീഡിയോ ചെയ്യണമെങ്കിൽ അത് കമൻറ്റ് ചെയ്യുക. അപ്പോൾ അങ്ങനെ സംശയം തീർക്കുന്ന വീഡിയോകൾ തുടർന്നും ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഉള്ള ദിവസങ്ങളിൽ തീർച്ചയായും കൂടുതൽ അപ്ഡേറ്റുകൾ ഉണ്ടാവും. ചില തിരക്കുകൾ കാരണമാണ് കുറേ നാളായി അപ്ഡേറ്റ് ഒന്നും ഉണ്ടാകാതിരുന്നത്. ബ്രീഡിംഗ് ടിപ്സ് എല്ലാവർക്കും വളരെ യൂസ്ഫുള്ളായി എന്നറിഞ്ഞു. കാരണം നല്ല നല്ല കമൻറ്റ്സും റിയാക്ഷൻസുമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായും ബീറ്റാസിനെ കുറിച്ചുള്ള കൂടുതൽ വീഡിയോകൾ തുടർന്നും ചെയ്യുന്നതാണ്. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. നന്ദി.